ബാറ്റിംഗ് വെടിക്കെട്ട് എന്നൊക്കെ ഒരുപാട് നാം കേട്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയൊരു വെടിക്കെട്ട്, സിക്സുകൾ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പറക്കുന്നത് കാണുമ്പോഴുള്ള ആ ഒരു ആവേശം. US-ൽ വെച്ച് നടക്കുന്ന മേജർ ക്രിക്കറ്റ് ലീഗാണ് വേദി. കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസും വാഷിംഗ്ടൺ ഫ്രീഡവും തമ്മിലുള്ള മത്സരം. സാൻ ഫ്രാൻസിസ്കോയുടെ ന്യൂസിലൻഡ് ഓപ്പണർ ഫിൻ അലൻ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ബോളർമാരെ നേരിട്ടത്. 20 പന്തിൽ അർദ്ധ സെഞ്ചുറി, 34 പന്തിൽ സെഞ്ചുറി, 49 പന്തിൽ 150 റൺസ്, ഒടുവിൽ 51 പന്തിൽ 151 റൺസിന് പുറത്ത്. ഫിൻ അലന്റെ ബാറ്റിൽ നിന്ന് ഗ്രൗണ്ടിന് പുറത്തേക്ക് പറന്നത് 19 സിക്സറുകളാണ്. ഗ്ലെൻ മാക്സ്വെൽ നായകനായ വാഷിംഗ്ടൺ ഫ്രീഡം ടീമിലെ ബോളർമാർക്ക് അലന്റെ വെടിക്കെട്ടിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യവും മത്സരത്തിൽ ലഭിച്ചില്ല. തന്റെ 19ാമത്തെ സിക്സറിലൂടെ മാസായാണ് ഫിൻ അലൻ 150 കടന്നത്. ഈ വെടിക്കെട്ട് ബാറ്റിങ്ങോടെ തകർന്നത് സാക്ഷാൽ ക്രിസ് ഗെയിലിന്റെ റെക്കോർഡാണ്. ഒരു T20 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സുകൾ നേടുന്ന താരമായി ഫിൻ അലൻ മാറി. 2017 ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ രംഗ്പൂർ റൈഡേഴ്സിന് വേണ്ടി ഒരു മത്സരത്തിൽ ഗെയിൽ 18 സിക്സറുകൾ പറത്തിയിരുന്നു. ധാക്ക ക്യാപിറ്റൽസിനെതിരെയുള്ള ഫൈനൽ മത്സരത്തിൽ ഗെയിൽ അന്ന് 69 പന്തിൽ 146 റൺസാണ് നേടിയത്. മത്സരം ഗെയിലിന്റെ ടീം 57 റൺസിന് വിജയിക്കുകയും ചെയ്തു. 2024 എസ്റ്റോണിയയ്ക്ക് വേണ്ടി സൈപ്രസിനെതിരെ സാഹിൽ ചൗഹാൻ എന്ന താരവും 18 സിക്സുകൾ ഒരു ഇന്നിംഗ്സിൽ അടിച്ചെടുത്തിട്ടുണ്ട്. മേജർ ക്രിക്കറ്റ് ലീഗ് ഉദ്ഘാടന മത്സരത്തിൽ ടോസ് നേടിയ വാഷിംഗ്ടൺ ക്യാപ്റ്റൻ ഗ്ലെൻ മാക്സ്വെൽ സാൻ ഫ്രാൻസിസ്കോയെ ബാറ്റിംഗിന് അയച്ചു. ഈ തീരുമാനം തെറ്റിപ്പോയെന്ന് വാഷിംഗ്ടൺ ടീമിന് ഫിൻ അലൻ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു. ടീം സീഫർട്ട് വെടിക്കെട്ടിന് തിരികൊളുത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിന് അധികം ആയുസ്സുണ്ടായില്ല. 2 സിക്സുകൾ സഹിതം 18 റൺസ് എടുത്ത സീഫർട്ട് ഓസീസ് താരം ജാക്ക് എഡ്വേർഡ്സിന് വിക്കറ്റ് സമ്മാനിച്ചു. 3-ാം ഓവറിൽ ടീമിന്റെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും ഫിൻ അലന് വെടിക്കെട്ട് നിർത്താൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. മറുവശത്ത് തന്റെ ടീമിലെ താരങ്ങൾ പുറത്താകുന്നത് പോലും അദ്ദേഹത്തെ ബാധിച്ചില്ല. 20 പന്തിൽ 36 റൺസ് എടുത്ത സഞ്ജയ് കൃഷ്ണമൂർത്തിയും 18 പന്തിൽ 38 റൺസ് എടുത്ത ഹസൻ ഖാനും മികച്ച പിന്തുണ നൽകി. ഇതോടെ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 269 എന്ന കൂറ്റൻ സ്കോറിലാണ് സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. 7 ബോളർമാരെ പരീക്ഷിച്ചുവെങ്കിലും ഫിൻ അലനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഗ്ലെൻ ഫിലിപ്സ് 1 ഓവറിൽ 20 റൺസും രജിൻ രവീന്ദ്ര 2 ഓവറിൽ 36 റൺസുമാണ് വഴങ്ങിയത്. മറ്റു ബോളർമാരും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പിശുക്കും കാണിച്ചില്ല. T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ 150 റൺസ് എന്ന റെക്കോർഡും തന്റെ പേരിലാക്കിയാണ് ഫിൻ അലൻ മടങ്ങിയത്. 296.08 താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. പവർ പ്ലേയിൽ 14 പന്തുകൾ നേരിട്ട അലൻ 40 റൺസ് സ്വന്തം സ്കോറിൽ ചേർത്തിരുന്നു. 5 ബൗണ്ടറികളും താരം മത്സരത്തിൽ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വാഷിംഗ്ടണിന് വേണ്ടി മിച്ചൽ ഓവനും രജിൻ രവീന്ദ്രയും മികച്ച തുടക്കമാണ് നൽകിയത്. 17 പന്തിൽ 42 റൺസ് എടുത്ത രജിൻ രവീന്ദ്ര പുറത്തായിരുന്നെങ്കിലും പവർ പ്ലേ പൂർത്തിയാകുമ്പോൾ 89 റൺസിലെത്തിയിരുന്നു വാഷിംഗ്ടൺ. എന്നാൽ അടുത്ത 57 റൺസ് എടുക്കുന്നതിനിടയിൽ 9 വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടമായത്. 20 പന്തിൽ 39 റൺസ് എടുത്ത മിച്ചൽ ഓവന്റെ വിക്കറ്റാണ് അവർക്ക് രണ്ടാമതായി നഷ്ടമായത്. ജാക്ക് എഡ്വേർഡ്സ് 7 പന്തിൽ 21 റൺസ് നേടിയതും ബെൻ സിയേഴ്സ് 15 റൺസ് നേടിയതും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി താരങ്ങളെല്ലാം രണ്ടക്കം കാണാതെ പുറത്തായി. മാക്സ്വെൽ 5 റൺസ് എടുത്തും ഗ്ലെൻ ഫിലിപ്സ് റണ്ണൊന്നും എടുക്കാതെയും മടങ്ങി. 13.1 ഓവറിൽ 146 റൺസിന് വാഷിംഗ്ടൺ ഫ്രീഡം ഓൾ ഔട്ടായി. ഇതോടെ മത്സരത്തിൽ 123 റൺസിന്റെ വിജയമാണ് സാൻ ഫ്രാൻസിസ്കോ സ്വന്തമാക്കിയത്. ലീഗിലെ 2-ാം മത്സരം MI ന്യൂയോർക്കും ടെക്സാസ് സൂപ്പർ കിങ്സും തമ്മിൽ ജൂൺ 14 നടക്കും.